ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന കല്യാണിയുടെ അടുത്ത് പോവുകയാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കനകത്തിനോട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണം എന്നും പറഞ്ഞു. ഇതേ സമയത്ത് നന്ദുവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പോൾ അച്ഛൻ്റെ മുന്നിലേക്ക് പുറത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ചെന്ന് നന്ദുവിനോട് എവിടെ പോവുകയാണ് എന്താണെന്നൊക്കെ നമ്മുടെ ഗോവിന്ദേട്ടൻ ചോദിക്കുന്നു. നേരത്തെ നീ എവിടെ പോവുകയാണെങ്കിലും അതൊന്നും ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ അവരെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു. തല്ലും വഴക്കൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് നിങ്ങൾ വരണം കേട്ടോ എന്ന് അച്ഛൻ പറയുവാണ്. നീ പുറത്തേക്ക് പോയെന്ന് അറിയുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. വീട്ടിനകത്ത് കയറി കഥ കടച്ചിരിക്കുമ്പോഴാണ് എല്ലാവരുടെയും സങ്കടം. നയനമോൾ വന്നിട്ട് പോലും ഒരു മാറ്റവും നിനക്കില്ലല്ലോ, അതുകൊണ്ട് അവളും ആകെ സങ്കടത്തിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് വരാച്ചാന്ന് പറഞ്ഞുകൊണ്ട് നന്ദു പോണു. അച്ഛൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഈ സമയത്ത് അനി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നിടത്ത് നമ്മുടെ നയന എത്തി. നയന ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അനി കാണുന്നില്ല നയനയെ. നയന ഇങ്ങനെ ഒരു മൈൽ അപ്പുറം വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് വരുന്ന ആരാണെന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുക കേട്ടോ. അപ്പോൾ അനിയാണെന്നുണ്ടെങ്കിൽ നന്ദു വരുന്നത് നോക്കി നിൽക്കുന്നു. ഈ സമയത്ത് അനി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക നന്ദുവിനെ. ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഒന്ന് വെക്കുക എന്ന് പറഞ്ഞു. എനിക്ക് വരുന്നതിനോട് അത്ര താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ അതിന് വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുമല്ലോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ ഉടനെ എത്താമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അനിയാണ് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും ടെൻഷനാട്ടോ നമ്മുടെ നയനയ്ക്ക്. ഈ സമയത്ത് കറക്റ്റായിട്ട് അനാമികയും അനാമികയുടെ ഫ്രണ്ട്സും അതിലെ വന്നു. അപ്പോൾ അനാമിക അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാ ദേ നിൻ്റെ മനസ്സ് എത്ര കറക്റ്റാ, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ആളവിടെ ഉണ്ടല്ലോ എന്ന് കൂട്ടുകാരികൾ പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങൾ പതുക്കെ വിട്ടോ, ഞാൻ അവനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടിടോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരികൾ. എന്നിട്ട് അനാമിക നേരെ ചെല്ലുക. അപ്പം അനി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു. അപ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് ആശ്വാസമായി, സമാധാനമായിട്ടേക്ക് നിൽക്കുക. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് അനാമിക പരിചയപ്പെടുത്തി കൊടുക്കുക എനിക്ക്. അപ്പം നയന വിചാരിച്ചത് അനാമികയെ കാണാൻ വന്ന് നിന്നതാണെന്ന്. അപ്പം ഞാൻ സംശയിച്ചത് വെറുതെയായി, അനാമികയെ കാണാനായിരുന്നല്ലേ അനി വന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. നയന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വരുമെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആരും പറഞ്ഞില്ല, പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാത്ത് നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചതാണെന്ന് പറയുന്നു. ഈ സമയത്ത് നമ്മുടെ അനാമിക. ആ സമയത്താണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദു കയറി വരുന്നു. അപ്പോൾ ഇവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. യാദൃശികമായിട്ടെന്ന് പറയുന്നത് പോലെ തന്നെ അവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് നമ്മുടെ നന്ദു കണ്ടു. ആകെ പ്രശ്നമായി, ആകെ ടെൻഷനായി. ആ സമയം നമ്മുടെ കൂട്ടുകാരികൾ എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് അനാമികയുടെ അരികളിൽ നിന്ന് പോവുക. അപ്പോഴേക്കും നന്ദുവിനെ നമ്മുടെ അനി കണ്ടു കഴിഞ്ഞു. അപ്പോൾ നാളെ കാണാൻ പറഞ്ഞ കൂട്ടുകാരികൾ അങ്ങ് പോയി. കൂട്ടുകാരികൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഇവിടെ നന്ദുവിനെ കാത്ത് നിൽക്കുകയായിരുന്നോ? എന്തായാലും എന്നെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷമൊന്നും എൻ്റെ മുഖത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനോട് നീ ചിരിച്ചുകൊണ്ടൊരു വാക്കുപോലും സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മുടെ അനാമിക പറയുന്നു. അല്ലെങ്കിൽ അല്ലേ പെൺകുട്ടികളോട് സംസാരിക്കാൻ എനിക്ക് കുറച്ച് മടിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല, ആദ്യമേ പരിചയപ്പെട്ടപ്പോൾ നീ എന്നോട് ഇടിച്ചു കയറി സംസാരിക്കുമായിരുന്നല്ലോ എന്ന് അനാമിക പറഞ്ഞു കേട്ടോ. അത് നിന്നോടല്ലേ, മറ്റുള്ളവരോട് ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ. നിന്റെ ഫ്രണ്ട് ഉടനെ വരുമെന്ന് ചോദിച്ചപ്പം കുറേ സമയമായിട്ട് ഞാൻ കാത്തു നിൽക്കുക, ഇനി വരുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നന്ദു അങ്ങനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇനി എന്താ നിന്റെ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തൊരു പോക്കാടാ, നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് കണ്ടത്, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അതിപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം നിന്നെ പരിചയപ്പെടുത്തണം എന്ന് എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പം അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചാനി. വിവാഹത്തിന് മുൻപായാലും ഇപ്പം എന്താ എത്ര കുഴപ്പമെന്ന് അനാമികയുടെ വക ഒരു ചോദ്യം. എടോ, എനിക്ക് ഒരുപാട് സ്ഥലത്ത് കല്യാണം വിളിക്കാനുണ്ട്, ഇപ്പം തന്നെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം ചെല്ലാത്തതിൻ്റെ പേരിൽ പരാതിയോട് പരാതിയാണെന്ന് പറഞ്ഞപ്പം നിനക്കൊന്നിനും ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് അനാമിക അന്നേരം അനിയോട് പറഞ്ഞു. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പം എങ്കിൽ പിന്നെ നീ വരണ്ട, നീ എനിക്കിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. അതോ, അത് പിന്നെ എന്താടാ അതിനും പറ്റിയല്ലേ, നിനക്ക് എന്താ പറ്റിയതനി? എന്താ കുറച്ച് ദിവസമായിട്ട് നിനക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലല്ലോ, എന്നെ വിളിക്കുന്നതും ഇഷ്ടമല്ലല്ലോ. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ 2-3 വാക്കു പറഞ്ഞിട്ട് നീ കട്ട് ചെയ്യുകയും ചെയ്യും. അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സംസാരിക്കലോ അനാമിക്കേ, പിന്നെ ഏതു നേരവും ഒരുമിച്ച് തന്നെയല്ലേ, അതിനു മുമ്പ് എന്തിനാ അധികം കാണിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. വിവാഹത്തിന് മുൻപാ കല്യാണം കഴിക്കാൻ പോകുന്ന ആണിനും പെണ്ണിനും കാണാനും സംസാരിക്കാനും ഒക്കെ തോന്നുന്നത്. നമുക്കിടയിൽ അങ്ങനെയുള്ള അടുപ്പമൊന്നുമില്ല, ഒരു പ്രണയം പോലും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പറഞ്ഞു. നിന്റെ കവിതകളിൽ അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്നിട്ട് എന്താ ജീവിതത്തിൽ നിനക്കത് കൊണ്ടുവരാൻ പ്രയാസമെന്ന് ചോദിച്ചപ്പോൾ എടോ കവിതയല്ല ജീവിതമെന്ന് പറഞ്ഞു അനി. നീ ഇപ്പോൾ എനിക്കൊപ്പം വരുന്നുണ്ടോ ഇല്ലയോ?
എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. അങ്ങനെ വന്നില്ലെങ്കിൽ നിന്റെ മുത്തശ്ശനെ ഞാൻ വിളിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അനാമിക ബ്ലാക്ക്മെയിൽ ചെയ്യാം. എന്നിട്ട് നിനക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നു പറഞ്ഞപ്പോൾ വേണ്ട, എങ്ങോട്ടാന്ന് വെച്ചാൽ പോകാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഇഷ്ടമല്ലാതെ അനാമികയ്ക്കൊപ്പം നമ്മുടെ അനി പോവുക കേട്ടോ. അങ്ങനെ ആ ഒരു ടെൻഷനായിട്ട് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുന്നു. നാശം തലേ കുരുങ്ങിയല്ലോ എന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നവ്യയെയും അതുപോലെ തന്നെ കനകത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നവ്യയുടെ തലമുടിയൊക്കെ ഇങ്ങനെ കോതി വിടർത്തി കൊടുത്തുകൊണ്ടിരിക്കുക അമ്മ. അപ്പോൾ മകളമ്മയോട് പറയാണ്, ഇനി അമ്മ പോകുമ്പോൾ ഞാനും വരാം വീട്ടിലോട്ട് എന്ന്. അപ്പം മുമ്പ് നീ അങ്ങനെയൊന്നും ആയിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, നിനക്ക് അങ്ങോട്ട് വരുന്നത് ഇഷ്ടമായിരുന്നില്ലല്ലോ എന്ന് കനകൻ ചോദിക്കുമ്പോൾ, അമ്മേ അതൊക്കെ എൻ്റെ പക്വതക്കുറവ് കൊണ്ട് തോന്നിയതല്ലേ, ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി തുടങ്ങിയത്, എൻ്റെ തെറ്റ് തിരുത്തി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു. മോൾ ഇത് ആരോടും പറയാതെ എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിനല്ല പുറത്തു പോയത്, എൻ്റെ അനിയത്തിയുടെയും അനിയുടെയും ലൈഫ് ശരിയാക്കാനാണെന്ന് നമ്മുടെ നയന പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ, അന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ചിരുന്ന നെല്ല് മുളച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം ആദർശേട്ടൻ്റെ അപ്പച്ചിക്കും അഭിക്കും മാത്രമായിരുന്നില്ല, അനിക്കും നല്ല സങ്കടമായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ നയന പറയാം. അപ്പം നോക്കുവാട്ടെ നവ്യയും. അപ്പം അത് ശരിയാ നീ പറഞ്ഞത്, അതെന്തുകൊണ്ടാണെന്ന് ഞാനും ചിന്തിക്കാതിരുന്നില്ലെന്ന് നവ്യ പറഞ്ഞപ്പം അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഞാനിപ്പോൾ എന്നും പറഞ്ഞ് നമ്മുടെ നയന പറഞ്ഞു കേട്ടോ. രണ്ടുപേരും ഇപ്പം ആകെ വിഷമത്തിലാണ്. ഒന്ന് അനാമികയെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് അനിയും, പിന്നെ നമ്മുടെ അനുജത്തിയും. അപ്പോൾ അവൾക്കെന്താ നയനെ പ്രശ്നമൊന്നും നവ്യ ചോദിച്ചു. നീ എവിടെ പോയി നിന്നതല്ലേ, നിനക്കൊന്നും മനസ്സിലായില്ലേ, നിന്നോടൊന്നും അവൾ പറഞ്ഞില്ലേ? അപ്പോൾ ഇതുവരെ അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവളുടെ വിഷമത്തിൻ്റെ കാരണം അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതുപോലെ തന്നെ അനി ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെയും കണ്ടെത്തണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ പറയുമ്പോൾ, മോളെ പക്ഷേ അവരുടെയൊക്കെ പിന്നാലെ എന്തിനാ മോള് നടക്കുന്നത്, കല്യാണമൊക്കെ ഓർപ്പിച്ചതല്ലേന്ന് ചോദിച്ചു. അമ്മേ ഈ ഒരു കല്യാണം അത് അവന് ഇഷ്ടമല്ലെങ്കിൽ എന്താ അമ്മേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറഞ്ഞപ്പോൾ, ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയല്ല അനാമികയുടെ അച്ഛനും അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ, അതാണ് വിധിയെന്ന് കരുതുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ധാരണ കൊണ്ടു തന്നത് അനാമിക തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ അവനെന്നും അവൻ്റെ ഭാര്യയായി കാണേണ്ടത് അനാമിക തന്നെയാണ്, അതിന് യാതൊരു മാറ്റവും ഇല്ല. ഈ വീട്ടിൽ എല്ലാവരും തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ ആ കല്യാണം നടക്കുകയും ചെയ്യും. പക്ഷെ അനിയുടെ ഉള്ളിൽ ആ ഒരു ടെൻഷൻ അത് കണ്ടുപിടിക്കണം. അനിയുടെ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്നുള്ള കാര്യം തറപ്പിച്ച് നമ്മുടെ നയന കനകത്തിനോട് പറയണം. അവനെ എത്രയൊക്കെ തിരുത്താൻ ശ്രമിച്ചിട്ടും അവൻ മാറുന്നില്ല. അവൻ്റെ മുത്തശ്ശൻ്റെയും ഏട്ടൻ്റെയും വെല്ലിച്ചൻ്റെയും ഒക്കെ സ്വഭാവം നമ്മളെക്കാൾ നന്നായിട്ട് അവൻ അറിയാവുന്നതാണ്. എന്നിട്ടും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അവൻ മറക്കുന്നില്ല എങ്കിൽ അവൾ അനിയുടെ മനസ്സിൽ അത്രത്തോളം ഇടിച്ചു കയറിയെന്ന് വേണം കരുതാനെന്ന് നയന പറഞ്ഞു. ആ കവിതയൊക്കെ എഴുതിക്കൊണ്ട് നടന്നതല്ലേ, ആരെങ്കിലും കയറി പ്രേമിച്ച് കാണുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പം ഈ പ്രേമമൊക്കെ കല്യാണം കഴിയുന്നത് വരെ ഉള്ളൂ എന്ന് നമ്മുടെ കനകം, അത് കഴിഞ്ഞാൽ പിന്നെ പ്രേമിച്ചവരാ കൂടുതലും പറയുന്നത് ആ ബന്ധം വേണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെ അമ്മ പറഞ്ഞത് ശരിയാ, പക്ഷേ ഇവിടെ അനിയുടെ സ്വഭാവം അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ അറിയാവുന്നത് തന്നെയല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ നയന. അവൻ ഒരുപാട് നന്മയുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവരെയൊന്നും പെട്ടെന്ന് മറക്കാനായിട്ട് പറ്റില്ല എന്ന് നമ്മുടെ നയന നിന്ന് പറയുന്നു. കനകത്തിൽ നിന്നൊക്കെ കേട്ടിട്ട് ടെൻഷനായി തുടങ്ങി. എന്തായാലും അവൻ്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കും, മാത്രമല്ല നമ്മുടെ നന്ദുവിൻ്റെയും കള്ളത്തരം എനിക്ക് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നയന ഈ സമയം അതും പറഞ്ഞ് നയന അങ്ങ് പോയി. ഇനി ഇവിടെ കയറി വരുന്ന മരുമകൾ ആയിട്ട് വരുന്ന പെൺകുട്ടിക്ക് ഇവിടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് നമ്മുടെ നവ്യ ഇങ്ങനെ പറഞ്ഞപ്പം, എന്താ നിങ്ങളൊക്കെ ഇപ്പം മരുമക്കളായിട്ടല്ലേ ഇവിടെ കഴിയുന്നതെന്ന് ചോദിച്ചു. അമ്മായിമ്മയും ഭർത്താവും അംഗീകരിക്കാതിരുന്ന ആ ഒരു ജീവിതമാണോ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ മോളെ ഏതൊരു വീട്ടിലും അത്തരം പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട ജീവിതം വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് പറയണം. അപ്പോൾ ആദർശേട്ടന് ഇപ്പോൾ അവളോട് അടുപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പം നീ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണുമെന്നാ എൻ്റെ വിശ്വാസം. നീയും നമ്മുടെ വീട്ടിൽ വന്ന് നിന്നാ ഒരു പക്ഷേ അഭി നിന്നെ വിളിക്കാൻ വന്നെന്ന് വരില്ല, പക്ഷേ നയനമോളെ വിളിക്കാൻ ആദർശമോൻ ചെന്നത് കണ്ടോന്ന് ചോദിച്ചു. അവൻ്റെ ഉള്ളിൽ അവളോട് ഇഷ്ടമുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി അവിടെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെന്നു. അമ്മേ എനിക്കിന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ പോയതാണെന്ന് ദേവയാനി അവിടെ ഇരുന്ന് ഉൾക്കണ്ണുകൊണ്ട് കണ്ട് ചോദിച്ചു. അപ്പോൾ പുറത്ത് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി നീ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയതാണെന്ന്. അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയായിരുന്നു ഞാനെന്ന് ദേവയാനി പറഞ്ഞപ്പം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അമ്മയ്ക്ക് അത്രയ്ക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചപ്പോൾ, പിന്നെ അത് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ അമ്മയുടെ മോൻ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നതെന്ന് ദേവയാനിയോട് നയന ചോദിച്ചപ്പം, അത് അവൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഓർത്തിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ടെന്നുരുണ്ട് കളിക്കുക. ഇവിടെ സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി വരുമായിരുന്നു, അപ്പോഴാ നിൻ്റെ തിരിച്ചു വരവ്. അപ്പം സാരമില്ലമ്മേ,
കുറച്ച് ദിവസം ഇവിടെ കുറച്ച് ദിവസം അവിടെ അങ്ങനെ നിൽക്കാൻ ഞാൻ എന്ന് പറയുമ്പം അങ്ങനെയൊന്നും നീ നിൽക്കണ്ട. നിൽക്കുവാണെങ്കിൽ ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ, രണ്ടും കൂടി പറ്റില്ല എന്ന് ദേവയാനി പറഞ്ഞപ്പം ആദർശേട്ടനല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, അതുപോലെ എന്നെ അങ്ങോട്ട് കൊണ്ടുവിടാൻ പറ, ഞാൻ അവിടെ തന്നെ നിന്നോളാം, എനിക്ക് അവിടെ സന്തോഷത്തിന് ഒരു കുറവുമില്ല എന്ന് നമ്മുടെ നയന. ആദർശ് വരട്ടെ, ഞാൻ അവനോട് കാര്യം പറഞ്ഞോളാമെന്ന് ദേവയാനി. അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും തടയുമോ എന്ന് അവനൊരു ഭയമുണ്ട്. അവരെ ധിക്കരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പോൾ അമ്മയുടെ മോന് ഞാനില്ലാതെ പറ്റില്ല അമ്മേ, അമ്മയ്ക്കും അങ്ങനെ തന്നെയാ, പിന്നെ തോറ്റു കൊടുക്കാൻ മടിയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ പറയുമെന്ന് നമ്മുടെ നയന. അപ്പോൾ എന്തായാലും ദേവയാനിയെയും ഭരിച്ചു തുടങ്ങി നമ്മുടെ നയന. അപ്പം നീ എന്ത് ഈ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് ദേവയാനി ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് അങ്ങ് വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കായിരുന്നു. ഞാനിനി നീ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞൊന്നും അച്ഛനോട് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവയാനി പറയാം. എന്ന് ഒരു മൂളലും മൂളി നയന. അച്ഛൻ്റെ രോഗത്തെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഒരു ചെറിയ സംഭവം കൊണ്ട് പോലും ആ മനസ്സ് വേദനിപ്പിച്ചുകൂടാന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി. നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ ആകെ ചൂളി അവിടെ നിൽക്കും. ദൈവം ഇവളെങ്ങാനും പോകുമോ എന്ന് ഓർത്തിട്ട്, ഇവള് പോയാൽ പണി പാലുമളത്തിൽ കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിയെയും അനാമികയെയാണ്. അനിക്കാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല, അനാമികയോട് മിണ്ടുന്നു പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നന്ദുവിൻ്റെ പേരെടുത്തിട്ടാണ് അനാമിക ഇട്ട് അലക്കുന്നത്. നീ എന്തിനാ എന്നെ ടോർച്ചർ ചെയ്യുന്നത്, ഞാൻ പറയുന്നൊന്നും നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നീ വിശ്വസിക്കേണ്ട, ഏത് നേരവും നന്ദുവിനെ കുറിച്ചാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യമാണ്. നന്ദുവിൻ്റെ കാര്യത്തിൽ നീ ഈ കാണിക്കുന്നതൊന്നും ഒരിക്കലും ഒരു ഇല്ലായ്മയല്ല, അതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. എന്തായാലും എന്നെ ചതിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അനാമികയും നന്ദുവും തമ്മിൽ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ താരതമ്യപ്പെടുത്തി നമ്മുടെ അനി ഒരു വഴിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ കേട്ടോ. നന്ദു ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. എനിക്ക് അനിയെ മറക്കാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ, എന്തുകൊണ്ടാണ് അത് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അനാമിക അനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദുവിനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബില്ല് വന്നപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ബില്ല് അടച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടി അനാമിക ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന അനാമികയോട് എന്താ ചെയ്യേണ്ടത്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. നീ പോവുകയാണോ? അല്ല, നിനക്ക് പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നീ പോയിക്കോ, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ നമ്മുടെ അനാമികയും അനിയും കൂടെ അവിടെ ഇരുന്ന് ചുമ്മാ വഴക്കുണ്ടാക്കുന്നു. ഈ സമയത്ത് നന്ദു ആണെങ്കിൽ അനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരു തരത്തിൽ അനാമികയെ ഒഴിവാക്കിയിട്ട് അങ്ങ് കയറി ചെല്ലുകയാണ് നമ്മുടെ അനി. ആ സമയത്ത് അനാമിക വന്നതിനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അനി നന്ദുവിനോട് പറയാം. അപ്പോൾ എന്തിനാ താൻ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു തരത്തിൽ അവളുടെ കയ്യിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം കേട്ടോ. അനി പറയാം നന്ദുവിനോട്, എന്തിനാ അങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അനിയെ ഇഷ്ടപ്പെടുന്ന അനാമികയെ വേദനിപ്പിക്കരുതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇത് തന്നെയാണല്ലോ താനിങ്ങനെ പറയുന്നത്, തൻ്റെ ഇഷ്ടം താനെന്താ പറയാത്തതെന്ന് ചോദിച്ചു. എൻ്റെ ഇഷ്ടമോ? എടോ, തൻ്റെ ഇഷ്ടം താൻ തുറന്നു പറയുന്നില്ലെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ എൻ്റെ അവസ്ഥയും. എനിക്ക് ഒന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യം നമുക്കുണ്ടോ എന്നൊക്കെ നന്ദുവിനോട് ഇങ്ങനെ അനി ചോദിക്കുക. ഏട്ടൻ ആദ്യമൊക്കെ എതിർത്ത് പറഞ്ഞാലും പിന്നീട് എനിക്കൊപ്പം നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്, നമുക്കത് വീട്ടിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.